രണ്ടാമത്തെ മൂത്രപ്പഴുപ്പ് വരുമ്പം ചിലപ്പോൾ നമ്മൾ ആദ്യം കൊടുത്ത മരുന്നുകൾ ഫലിച്ചെന്ന് വരില്ല. അപ്പോൾ നമ്മൾ മരുന്ന് മാറ്റി കൊടുക്കേണ്ട, കൂടുതൽ എക്സ്പെൻസീവ് ആയിട്ടും കൂടുതൽ ഹാനികരമായ മരുന്ന് കൊടുക്കേണ്ട ഒരു സാഹചര്യം ആയിട്ട് എത്തും. ഡോക്ടർ സുഭാഷ് ചന്ദ്ര, അദ്ദേഹം അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ മെഡിസിൻ വിഭാഗം കൺസൾട്ടന്റ് ആണ്. പലപ്പോഴും നമ്മൾ കാണുന്ന ഒരു തെറ്റായ പ്രവണത എന്ന് പറഞ്ഞാൽ 2 ദിവസം 3 ദിവസം ആന്റിബയോട്ടിക് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷന് വേണ്ടി കഴിച്ചതിന് ശേഷം രോഗി സുഖപ്പെട്ടു എന്ന് പറഞ്ഞ് നിർത്തുകയും പിന്നെ അത് വീണ്ടും വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ പ്രോബ്ലംസ് എന്തൊക്കെയാണ്, അങ്ങനെ കുറച്ച് ദിവസത്തേക്ക് മാത്രം ആന്റിബയോട്ടിക് കഴിക്കുന്നത്? നോർമലി സംഭവിക്കുന്നതാണ്. അതായത് കുറച്ച് ലക്ഷണങ്ങൾ മാറി വരുമ്പോൾ അവർക്ക് മറ്റേ വേദന കുറയുമ്പോൾ അല്ലെങ്കിൽ പനി മാറുമ്പോഴത്തേക്ക് ഗുളികൾ നിർത്തുന്ന സംബന്ധിച്ച്. പക്ഷെ ആ സാഹചര്യത്തിൽ ഇവൻ ലക്ഷണങ്ങൾ മാറിയാലും കുറച്ച് അണുക്കൾ ബാക്കി മൂത്രത്തിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ കുറച്ച് നാളും മരുന്ന് നിർത്തി വെക്കുമ്പോൾ ഒരു 5-6 ദിവസം കഴിഞ്ഞാൽ അല്ലെങ്കിൽ 1-2 മാസം കഴിഞ്ഞാൽ മൂത്രം വീണ്ടും പഴുക്കാൻ സാധ്യതയുണ്ട്. അതേ സമയത്ത് ഈ അണുക്കൾ കംപ്ലീറ്റ്ലി ചാവാത്തതുകൊണ്ട് ഒരു സമയത്ത് ആന്റിബയോട്ടിക്കിന് എക്സ്പോസ്ഡ് ആയതുകൊണ്ട് ആ ആന്റിബയോട്ടിക് ആയിട്ട് റെസിസ്റ്റന്റ് ആവാൻ സാധ്യതയുണ്ട്. അങ്ങനെ ആകുമ്പോൾ രണ്ടാമത്തെ മൂത്രപ്പഴുപ്പ് വരുമ്പം ചിലപ്പോൾ നമ്മൾ ആദ്യം കൊടുത്ത മരുന്നുകൾ ഫലിച്ചെന്ന് വരില്ല. അപ്പോൾ നമ്മൾ മരുന്ന് മാറ്റി കൊടുക്കേണ്ട, കൂടുതൽ എക്സ്പെൻസീവ് ആയിട്ടും കൂടുതൽ ഹാനികരമായ മരുന്ന് കൊടുക്കേണ്ട ഒരു സാഹചര്യം ആയിട്ട് എത്തും. പലപ്പോഴും നമ്മൾ ഒരു പ്രാവശ്യം യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാക്കിയ അപ്പോഴും നമ്മൾ കൾച്ചർ ചെയ്യുന്നു, രണ്ടാമത് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉണ്ടായി അപ്പോഴും ഡോക്ടർ കൾച്ചർ ചോദിക്കുന്നു. അപ്പോൾ രോഗിക്ക് ഒരു സംശയം, എനിക്ക് ഓൾറെഡി യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉണ്ടായി, ഒരു പ്രാവശ്യം ഞാൻ കൾച്ചർ ചെയ്തല്ലോ, പിന്നെ എന്തിനാണ് ഡോക്ടർ പിന്നെയും കൾച്ചർ ചോദിക്കുന്ന ഒരു സംശയം പല രോഗികൾക്കും ഉണ്ടാവാറുണ്ട്. അപ്പം ഓരോ പ്രാവശ്യം മറ്റേ നേരത്തെ വന്ന അണുക്കളായിരിക്കില്ല രണ്ടാമത്തെ തവണ വരുന്നത് അല്ല മൂന്നാമത്തെ തവണ വരുന്നത്. അല്ല, നേരത്തെ വന്ന അണുക്കൾ ആദ്യത്തെ കൊടുത്ത മരുന്നിന് ചിലപ്പം റെസിസ്റ്റന്റ് ആയിട്ടുണ്ടാവും. റെസിസ്റ്റന്റ് ആയെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ആ കൊടുക്കുന്ന മരുന്നിന് ആ മറ്റേ വ്യത്യാസം എത്തിക്കാൻ സാധ്യതയില്ല എന്നുള്ള അർത്ഥമാണ് വരുന്നത്. അപ്പൊ രണ്ടാമത്തെ കൾച്ചറെ നോക്കുമ്പോഴത്തേക്ക് അവർക്ക് അറിയാൻ പറ്റും ആ അണുക്കളിന് പുതിയതായിട്ട് വേറെ ഏതെങ്കിലും മരുന്നിന് പറ്റുമോ, ആ മരുന്ന് കൊടുത്താൽ ആള് ബെറ്റർ ആവാനും ചാൻസ് ഉണ്ട്. കൾച്ചർ എന്ന് പറയുന്നത് എന്താണ്? ഈ യൂറിൻ കൾച്ചർ എന്ന് പറയുന്ന ടെസ്റ്റ് യൂഷ്വലി നമ്മൾ യൂറിൻ കൾച്ചർ എന്ന് പറയുന്ന ടെസ്റ്റ് നമ്മൾ 2 രീതിയിൽ സഹായിക്കും. ഒന്ന്, നമ്മൾക്ക് മറ്റേ എത്രത്തോളം ബാക്ടീരിയന്റെ ലോഡ് ഉണ്ട് യൂറിനിൽ അറിയാൻ പറ്റും. അതല്ലാതെ നമുക്ക് ആ മറ്റേ സ്പെസിഫിക് ഏത് അണുക്കളാണ് അതിന് പറ്റിയ മരുന്ന് ഏതാണെന്ന് അറിയാൻ പറ്റും. അപ്പൊ നമ്മളെ മൂത്രത്വം യൂഷ്വലി നമ്മൾ മൂത്രം ഒഴിക്കുന്ന ആദ്യത്തെ മൂത്രം കുറച്ചൊന്ന് ഒഴിവാക്കിയിട്ട് ഇടയിൽ വെച്ചിട്ട് വരുന്ന മൂത്രമാണ് നമ്മൾ കളക്ട് ചെയ്ത് കൊടുക്കുക. അത് അതിന് പറയുന്നതാണ് മിഡ് സ്ട്രീം യൂറിൻ. ആ സാമ്പിളാണ് കൊടുത്തിട്ട് അത് കൾച്ചർ മീഡിയയിൽ ഒഴിച്ചിട്ട് ഒരു 48 അവേഴ്സോളം വെയിറ്റ് ചെയ്യും. എന്തെങ്കിലും വളർച്ച അണുക്കൾ വളർന്നുണ്ടോ നോക്കാൻ. 48 മണിക്കൂറെങ്കിലും നമ്മൾ വെയിറ്റ് ചെയ്യണം, എന്തെങ്കിലും അണുക്കൾ ഉണ്ടോ ഇല്ല എന്നറിയാം. കൾച്ചറിന്റെ റിപ്പോർട്ട് അറിയാൻ വേണ്ടിയിട്ട് യൂഷ്വലി 48 to 72 അവേഴ്സ് വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. സാധാരണ യൂറിനറി ഇൻഫെക്ഷൻ വന്നാൽ എന്തൊക്കെയാണ് ചികിത്സാ മാർഗങ്ങൾ? നോർമലി നമ്മൾ മൂത്രത്തിന്റെ ഇൻഫെക്ഷൻ വരുമ്പോൾ അത് ഏത് സൈറ്റ് ഇൻവോൾവ് ആണെന്ന് അനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ്. ഇപ്പം വെറും സാധാ ഈ മൂത്രത്തിന്റെ ഇൻഫെക്ഷൻ ആണെങ്കിൽ നമുക്ക് ആന്റിബയോട്ടിക്സും വേദനന്റെ ഗുളികളും ബ്ലാഡറിന്റെ സ്പാസം കുറയ്ക്കാനുള്ള ഗുളികളും യൂറിൻ ആൽക്കലൈൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സിറപ്സും കൊടുത്തിട്ടാണ് ചികിത്സിക്കുക. പക്ഷേ മറ്റേ ഈ ഇൻഫെക്ഷൻ മൂത്രത്തിന്റെ ഇൻഫെക്ഷൻ കുറച്ച് വൃക്കത്തിനെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കാലത്തെ ചികിത്സ വേണ്ടി വരും. അത് ഇഞ്ചക്ഷൻ രൂപത്തിൽ തന്നെ കുറച്ച് ദിവസമായിട്ട് എടുത്തിട്ട് ആള് ബെറ്റർ ആവുമ്പോൾ പിന്നെ ഗുളികയാക്കി മാറ്റിയിട്ട് നോർമലി ഒരു 1-2 ആഴ്ച ചികിത്സ വേണ്ടി വരും. ഇതേ സമയത്ത് മറ്റേ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് മറ്റേ ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ കാലം മറ്റേ ഇഞ്ചക്ഷൻ ആയിട്ട് തന്നെ ആന്റിബയോട്ടിക് കൊടുത്തിട്ട് പിന്നെ ഇത് ഗുളികയാക്കി മാറ്റിയിട്ട് കുറച്ച് കാലത്ത് 1-1.5 മാസം വരെ ചികിത്സ നീണ്ടു നിൽക്കാൻ സാധ്യതയുണ്ട്. സാധാരണ ഇപ്പോൾ നമ്മൾ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ആന്റിബയോട്ടിക്സ് ആണ് പലപ്പോഴും ബാക്ടീരിയ ഇൻഫെക്ഷനിൽ കൊടുക്കുന്നത്. എത്ര കാലത്തേക്കാണ് ഈ ചികിത്സ കൊടുക്കുന്നത്? ഇപ്പം അത് പല റേഞ്ചസ് ഉണ്ട്. ഇപ്പം മറ്റേ മൂത്രത്തിൽ ഇപ്പം മൂത്രസഞ്ചിയിൽ മാത്രമായിട്ടുള്ള പഴുപ്പാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഒരു 5 ദിവസം വരെ ആന്റിബയോട്ടിക്സ് കൊടുത്താൽ തന്നെ ഇൻഫെക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് മാറിപ്പോകും. അതേസമയത്ത് ഇപ്പം കുറച്ചുകൂടെ സ്പ്രെഡായി അത് വൃക്കത്തിലേക്ക് ബാധിച്ച് ഒരു പൈലോനെഫ്രൈറ്റിസ് അല്ലെങ്കിൽ കിഡ്നിയിലത്തെ ഇൻഫെക്ഷനായി മാറിയിട്ടുണ്ടെങ്കിൽ ചില സമയത്ത് 2 ആഴ്ചത്തോളം മരുന്ന് കൊടുക്കേണ്ടി വരും. പിന്നീട് മറ്റേ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് മറ്റേ ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ ചില സമയത്ത് 6 ആഴ്ച വരെ ട്രീറ്റ്മെന്റ് വേണ്ടി വരും, കംപ്ലീറ്റ് ആയിട്ട് അണുക്കള് പ്രോസ്റ്റേറ്റിന്റെ ഉള്ളിൽ നിന്ന് ചാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓരോ മൂത്രപ്പഴുപ്പിന് ഓരോ ട്രീറ്റ്മെന്റ് ഡ്യൂറേഷൻ ആണ് വരുന്നത്.